ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഗ്രാമീണ വായനശാലയും വാണിയമ്പാറ ഇ.കെ.എം. യു.പി. സ്കൂളും സംയുക്തമായി ഏകദിന ശാസ്ത്ര ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാസ്ത്രവേദി ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ വാണിയമ്പാറ ഹൈസ്കൂൾ യു.പി. വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഗ്രാമീണ വായനശാലയും ഇ.കെ.എം. യു.പി. സ്കൂളും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഏകദിന ശാസ്ത്ര ക്യാമ്പ് വൈവിധ്യമായ വൈജ്ഞാനിക വിഷയങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി. വേനൽ വല്ല അവധിക്കാലത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഘടിപ്പിക്കാറുള്ള അവധിക്കാല ക്യാമ്പുകളുടെ തുടർച്ചയായിട്ടാണ് ഈ വർഷവും ശാസ്ത്ര ക്യാമ്പ് സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി.കെ. ഭാസ്കരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ശാസ്ത്രവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രവീൺ സാഗില്യ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പി.എൽ. ജോമി മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ശാസ്ത്രവേദി തയ്യാറാക്കിയ കൈപ്പുസ്തകങ്ങൾ ക്യാമ്പിൽ വിതരണം ചെയ്യുന്നതിനായി ജില്ലാ സെക്രട്ടറി അരുൺ കരിപ്പാലിൽ നിന്നും ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് കെ.ജി. ജയപ്രകാശ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സ്കൂൾ മാനേജറും വായനശാല രക്ഷാധികാരിയുമായ കെ.പി. രാജേന്ദ്രൻ, മുൻ ഹെഡ് മിസ്ട്രസ് ആർ ഓമന, മാതൃസംഘം പ്രസിഡന്റ് ജോണി സന്തോഷ്, എം.എ. മൊയ്തീൻകുട്ടി, കെ.എസ്. ജയകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ക്യാമ്പിന്റെ വിവിധ സെക്ഷനുകളിൽ നെന്മാറ NSS കോളേജ് അധ്യാപിക ലക്ഷ്മി ആർ ചന്ദ്രൻ, ബാബു ജോൺ പി, സി പോൾസൺ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ദേവപ്രിയ, അസ്മിൻ ഫാത്തിമ, അമൃത കെ. ജയകുമാർ, പുണ്യശ്രീ, അമൽ സന്തോഷ്, അഞ്ജന, മെഹജബിൻ ഫാത്തിമ തുടങ്ങിയ വിദ്യാർത്ഥികൾ സംസാരിച്ചു. പി.എൻ. സേതുമാധവൻ, സജിത CV, നിമ ബി, M.M. ഇബ്രാഹിം, അനൂപ് തോമസ്, ഹരിദാസ് മേനോൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സംസാരിക്കില്ലല്ലോ അല്ലേ? ഹലോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഇനി പ്രസംഗങ്ങളൊന്നുമില്ല, ഇനി ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ ക്യാമ്പ് എന്ത് ക്യാമ്പാണ്? ശാസ്ത്രത്തെക്കുറിച്ചുള്ള ക്യാമ്പാണ്. അപ്പം മനുഷ്യൻ്റെ വളർച്ചയിൽ ശാസ്ത്രം വഹിച്ച പങ്ക് പോലെ വേറൊന്നും വലിയ പങ്ക് വഹിച്ചിട്ടില്ല. നമുക്ക് ചെറിയ കുട്ടികൾ ചിലപ്പോൾ അത് മുഴുവനായിട്ട് മനസ്സിലാവില്ല. വീണ്ടും വർത്തമാനം പറയുന്ന കുറുമ്പന്മാരെ ഞാൻ ചെവിക്ക് പിടിക്കും കേട്ടോ. അതുപോലും കേട്ടിട്ടില്ല. ഇവിടെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ? മനുഷ്യൻ്റെ വളർച്ചയിൽ ശാസ്ത്രം പോലെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വേറെ ഒന്നും ഇല്ല. ശരിയല്ലേ? ശാസ്ത്രം, മറ്റ് ജന്തുജാലങ്ങൾക്ക് ശാസ്ത്രമുണ്ടോ? ഉണ്ടോ? അവർ സയൻസ് പഠിക്കുന്നുണ്ടോ? ഇല്ല. അവർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് പൊതുവെ. ഉണ്ടാവാം, ചെറിയ അളവിലൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ജന്തുക്കൾക്കും വിചാരങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്കറിയാം. വീട്ടിൽ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന നായക്കുട്ടി ഇല്ലേ? ചിലപ്പോൾ പിണങ്ങോ? ഇല്ല, ഒന്നും ശ്രദ്ധിക്കാറില്ല. സസ്യങ്ങൾക്കും വിചാരങ്ങളുണ്ടെന്നൊക്കെ ഒരു പരീക്ഷണം നടത്തി കണ്ടെത്തിയ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു സസ്യങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ആർക്കും അറിയില്ല. M.S. സ്വാമിനാഥൻ അല്ല. M.S. സ്വാമിനാഥൻ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു മേഖലയിലാണോ പ്രവർത്തിച്ചത്? ആണോ? എന്താണ് ശരിക്കും? അദ്ദേഹം കൃഷിയാണ് അല്ലേ? കാർഷിക ശാസ്ത്രജ്ഞനാണ്. M.S. സ്വാമിനാഥൻ കാർഷിക ശാസ്ത്രജ്ഞനാണ്. ശരിക്കും ഇന്ത്യയിൽ വലിയ പട്ടിണി ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പോൾ അത് കാർഷിക വിപ്ലവത്തിലൂടെയാണ് ഈ പട്ടിണിയൊക്കെ ഇല്ലാതായത്. ഇത് വേണമെങ്കിൽ പറയാം. അതിനെ ചുക്കാൻ പിടിച്ച ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു M.S. സ്വാമിനാഥൻ. കാർഷിക വിപ്ലവം, എങ്ങനെയാണ് കൃഷി കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യുക, ഇന്ത്യയിൽ മുഴുവൻ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള കാർഷിക വസ്തുക്കൾ എങ്ങനെ ഉണ്ടാക്കാം, അതിനെങ്ങനെ സയൻസിനെ ഉപയോഗപ്പെടുത്താം, എങ്ങനെ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് കൃഷിയെ മെച്ചപ്പെടുത്താം, അങ്ങനെ അതിന് വലിയ നേതൃത്വം വഹിച്ച ആളുടെ പേരാണ് M.S. സ്വാമിനാഥൻ. ഏത് നാട്ടുകാരനാണ്? മലയാളിയാണ്. അപ്പോൾ അദ്ദേഹം അഗ്രികൾച്ചറലിസ്റ്റാണ് കേട്ടോ. കാർഷിക ശാസ്ത്രജ്ഞനാണ്. നേരത്തെ പറഞ്ഞ J.C. ബോസ് എന്ന് പറഞ്ഞ ആൾ ചെടികളെക്കുറിച്ചൊക്കെ പഠിച്ച ഒരു സയൻറ്റിസ്റ്റ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞു ചെടികൾക്കും എന്തുണ്ട്, നമ്മളെപ്പോലെ ഇമോഷൻസ് ഉണ്ട്, ഫീലിംഗ് ഉണ്ട് എന്ന് കണ്ടെത്തിയ ഒരു മനുഷ്യനാണ്. എന്തായാലും ശാസ്ത്രം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിശദമായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പറയാം, മറ്റുള്ള ആളുകൾ പറയും. എൻ്റെ വിഷയം കണക്ക് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പറയാം. ശാസ്ത്രം നമ്മുടെയൊക്കെ ജീവിതങ്ങളെ എന്താക്കിയിട്ടുണ്ട്? മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നു. ഞങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ ആദ്യം ഒരു ചെരുപ്പ് കിട്ടിയത്. എനിക്ക് ചെരുപ്പ് മാത്രമല്ല, അങ്ങനെയല്ല ജീവിതത്തിൽ ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നതിനുള്ള ഉപാധികൾ. നിങ്ങൾ പലരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു ഇല്ലേ? എത്ര വർഷമായി മൊബൈൽ ഫോൺ ഉണ്ടായിട്ട്? നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ആദ്യമായിട്ടൊരു മൊബൈൽ ഫോൺ കിട്ടുന്നത് 25 കൊല്ലം മുമ്പാണ്. 25 കൊല്ലം മുമ്പ്, 2000. അതിനു മുമ്പ് ഫോണൊന്നുമില്ല. 1990 എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ടെലിഫോൺ വരുന്നത്. 1990 കറണ്ട് കിട്ടിയിട്ട് 1975 കറണ്ട് ഉണ്ടാവുന്നത്. അന്ന് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതുവരെ കറണ്ടില്ല.
എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടുമ്പോൾ ഞങ്ങളുടെ ചുറ്റുപാടുള്ള പല വീടുകളിലും കറണ്ടില്ല. ഇപ്പം നിങ്ങൾക്ക് കറണ്ടില്ലാത്ത വീടുകൾ കാണാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ ആശയവിനിമയം നടത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? സുഹൃത്തുക്കളെ വിളിക്കാനോ സംസാരിക്കാനോ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നേരിട്ട് കാണണമെങ്കിൽ കാണാൻ പറ്റൂലേ? അവരെ കാണാൻ പറ്റില്ലേ? പറ്റില്ലേ? അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രം വലിയ പങ്ക്, വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രത്തെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നത് മാത്രമല്ല, ശാസ്ത്രബോധം ഉണ്ടാവും വേണം. ശാസ്ത്രബോധവും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ പലരും ശാസ്ത്രത്തെ പഠിക്കുന്നുണ്ടെങ്കിലും അതിനെ പ്രായോഗികമായി ജീവിതത്തിൽ മനസ്സിലാക്കുന്നതിനും പ്രയോഗിക്കുന്നതിലും പലപ്പോഴും പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ശാസ്ത്രത്തെ സംബന്ധിച്ച ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എനിക്ക് തുടങ്ങി വെച്ച പിന്നെ അവസാനിപ്പിക്കാനാണ് പ്രശ്നം. ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്. സമ്മേളനം എന്ന് പറഞ്ഞാൽ MP-മാരുടെ സമ്മേളനം നടക്കുകയാണ്. MP എന്ന് പറഞ്ഞാൽ അറിയില്ലേ? മെമ്പർ ഓഫ് MP, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിലെ അംഗങ്ങളുടെ സമ്മേളനം നടക്കുന്നു. അവർ ശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി. അപ്പോൾ സാധാരണ ഈ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ എന്ത് മീറ്റിംഗ് ഉണ്ടായാലും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യ ഉണ്ടാവും. ഇപ്പോൾ ചായ ആണെങ്കിൽ ചായയ്ക്ക് എല്ലാ പലഹാരങ്ങളും ഉണ്ടാവും. ചായയ്ക്ക് എല്ലാ പലഹാരങ്ങളും ഉണ്ടാവും. അപ്പോൾ അണ്ടിപ്പരിപ്പ് എന്താ വേണ്ടത്, പിന്നെ മനോഹരമായിട്ടുള്ള മറ്റേ ഈന്തപ്പഴം, ലഡു, ജിലേബി, അങ്ങനെ എല്ലാ സാമഗ്രികളും കാണും. ചായ, കാപ്പി, ജ്യൂസ് കുടിക്കേണ്ടവർക്ക് ജ്യൂസും ഒക്കെ കാണും. സമ്മേളനം തുടങ്ങി, മീറ്റിംഗ് തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ചായയോ കാപ്പിയോ ഒന്നും വരുന്നില്ല. അപ്പം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന 2 വ്യക്തികൾ അവർ ഇങ്ങനെ ചോദിച്ചു, ഇന്നത്തെ സമ്മേളനത്തിന് ചായ ഒന്നുമില്ലേ? ചായയും പലഹാരങ്ങളൊന്നുമില്ല. സാധാരണ മീറ്റിങ്ങിൽ ചായയും പലഹാരവും ഉള്ളതാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി ചോദിച്ചു, ആർക്കെങ്കിലും ചായ ആവശ്യമുണ്ടോ? അപ്പോൾ അതിൽ 10-20 പേര് പങ്കെടുക്കുന്നുണ്ട്. അതിലാകെ 2 പേർ ചായ ഇല്ലേന്ന് ചോദിച്ചാൽ 2 പേര് മാത്രമേ ചായ വേണം എന്ന് പറഞ്ഞുള്ളൂ. മറ്റാർക്കും ചായ വേണ്ടായിരുന്നു, പലഹാരവും വേണ്ട. എന്തായിരുന്നു കാരണം? അന്ന് ആ സമയത്ത് ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസമായിരുന്നു. ചന്ദ്രഗ്രഹണം. അപ്പോൾ ഈ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ അത് അപകടകരമാണ് എന്ന ഒരു അന്ധവിശ്വാസം ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കുന്ന ആളുകളുടെ MP-മാരുടെ ഒരു യോഗത്തിൽ അതിൽ പങ്കെടുക്കുന്ന MP-മാർക്ക് പോലും ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഗ്രഹണം എന്ന് പറയുന്നത് ആ സമയത്ത് ചായ കുടിച്ചാൽ അത് വലിയ അപകടമാണെന്ന് വിചാരിക്കുന്ന അന്ധവിശ്വാസികളായ MP-മാരാണ് ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. അങ്ങനെ കുറേ ആൾക്കാരെ കാണാൻ പറ്റും. റോക്കറ്റ് വിടുന്നതിന് മുമ്പ് നാളികേരം ഉടയ്ക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ കാണും, ഇല്ലേ? കാണും. അപ്പോൾ അത് വേറെ വിഷയമാണ്. അതിൽ ചിലർക്ക് വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവർക്ക് ഈ റോക്കറ്റിൻ്റെ മുകളിലേക്ക് വിടുന്നത് ഫിസിക്സിൻ്റെ തത്വങ്ങൾ, ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ, അതിനേക്കാൾ കൂടുതൽ അവർക്ക് ഈ ഉടയ്ക്കുന്ന നാളികേരത്തിലാണ് വിശ്വാസം എന്ന് വന്നാൽ ശാസ്ത്രജ്ഞനും ശാസ്ത്രത്തിൽ വിശ്വാസമില്ല എന്ന് വരും. ഞാൻ 2 ചെറിയ സംഭവങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രം വെറുതെ പഠിച്ചാൽ പോരാ, യുക്തിസഹമായി ചിന്തിക്കാനും വിലയിരുത്താനും അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതാനും എന്തുകൊണ്ട് എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതെന്താ അങ്ങനെ, എന്താ ഇങ്ങനെ, ഫാൻ കറങ്ങുന്നു അത് എന്തുകൊണ്ടാണ്, ബൾബ് കത്തുന്നു അത് എന്തുകൊണ്ടാണ്, അങ്ങനെ. അത് മാത്രമല്ല, ഈ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും യുക്തിസഹമായി ലോജിക് ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിമർശിക്കാനല്ല, അതിലെന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനും അന്വേഷിക്കാനും ഒക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. അതിന് ഈ ക്യാമ്പ് ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഗ്രാമീണ വായനശാല, വാണിയമ്പാറയിലെ ഗ്രാമീണ വായനശാലയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, ഈ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, എല്ലാവർക്കും നമസ്കാരം. ഗ്രാമീണ വായനശാല എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു കൗതുകമാണ്. അപ്പം നമ്മുടെ നാട്ടിലൊന്നും, തിരുവനന്തപുരത്ത് എൻ്റെ നാട്ടിലൊന്നും ഇപ്പോൾ ഗ്രാമീണ വായനശാലകളൊന്നുമില്ല. എല്ലാം ഈ ഡിജിറ്റൽ ലോകത്തേക്ക് മാറിയതുകൊണ്ട് വായനശാലകൾ പോലുമില്ല. ഗ്രാമീണമെന്നല്ല, സിറ്റികളിൽ പോലും വായനശാലകളില്ല.
ഇപ്പം ഞാൻ ഓർക്കുകയാണ്, തൃശ്ശൂർ ഉള്ള സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമയുണ്ട്, നരേന്ദ്രൻ മക ജയകാന്തൻ മക എന്ന് പറയുന്നത്. ആ സിനിമയിലാണ് അവസാനമായിട്ട് ഒരു ഗ്രാമീണ വായനശാലയുടെ പശ്ചാത്തലം സിനിമാ ഇതിവൃത്തത്തിൽ വന്നത്. അതിന് മുമ്പും ഒരു ഗ്രാമീണ വായനശാല സിനിമയിൽ വന്നിട്ടില്ല. അതിനുശേഷം ഇത്രയും കാലമായിട്ടും ഒരു ഗ്രാമീണ വായനശാല വന്നിട്ടില്ല. അപ്പോൾ ഈ ഗ്രാമീണ വായനശാല എന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ആ സിനിമയാണ്. ആ സിനിമയിലാണ് ഗ്രാമീണ വായനശാലയിൽ ആൾക്കാർ പുസ്തകം വായിക്കാൻ വരുന്നു, വായിക്കുന്നു, അവിടെ കലാപരിപാടികൾ നടത്തുന്നു, അങ്ങനെ ഒത്തിരി പരിപാടികൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വെക്കേഷൻ സമയമാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ആകെ അറിയാവുന്നുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, മാർച്ച് ആഴ്ച കഴിഞ്ഞാൽ ഏപ്രിൽ 2 മുതൽ 1 ഒരു ഫ്രീ തരും, ഏപ്രിൽ 2 മുതൽ ഹിന്ദി പഠിക്കാനായിട്ട് വിടുമായിരുന്നു. ഇന്ന് ഹിന്ദി പഠനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ ജോമി സാറേ? ഉണ്ട്. അപ്പോൾ അന്ന് ഹിന്ദി പഠനത്തിനാണ് വിടുന്നത്. ഇന്ന് വെക്കേഷൻ സമയത്ത് ഹിന്ദി പഠനം, തിരുവനന്തപുരത്തൊക്കെ ഹിന്ദി പഠനം വളരെ കുറവാണ്. കുട്ടികളെ സ്പോർട്സിന് വിടും, സ്വിമ്മിങ്ങിന് വിടും, ബാഡ്മിൻ്റന് വിടും, ഫുട്ബോൾ കോച്ചിങ്ങിന് വിടും, ക്രിക്കറ്റ് കോച്ചിങ്ങിന് വിടും, ഇപ്പം പുതിയതായിട്ട് കമ്പ്യൂട്ടറിൻ്റെ കോച്ചിങ്ങിന് വിടും, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ വിടുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് കേരള പരിസ്ഥിതി കൗൺസിൽ, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൽ സയൻസിന് വേണ്ടി ഒരു സമ്മർ ക്യാമ്പ് തന്നെ എല്ലാ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താറുണ്ട്. മലയാള മനോരമയുടെ നേതൃത്വത്തിൽ ക്യാമ്പുകൾ, സഹവാസ ക്യാമ്പുകൾ നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്ര ക്യാമ്പുകൾ കൊണ്ട് നിങ്ങൾ ജൂണിൽ തിരിച്ച് സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഈ ക്യാമ്പുകളിൽ കൂടെ നമ്മുടെ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്, പുതിയ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ പെരിഫറലായിട്ട് അല്ലെങ്കിൽ ഒരു സർഫസ് ലെവലായിട്ടൊരു അറിവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജൂണിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ടീച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപാഠിയോ സുഹൃത്തോ നിങ്ങളോട് ഒരു വിഷയത്തെപ്പറ്റി ചോദിക്കുകയാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംവാദത്തിൽ പങ്കെടുക്കാൻ കഴിയണം. ആ വിഷയം അയ്യോ എനിക്കറിയില്ലല്ലോ, എനിക്കറിയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയേണ്ടി വരരുത്. എനിക്കറിയാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നെ അറിയാം. അങ്ങനെ ഒരു അവയർനെസ് നിങ്ങൾക്ക് തരാനാണ് ഇങ്ങനെയുള്ള ശാസ്ത്ര ക്യാമ്പുകൾ, പ്രത്യേകിച്ച് മിഡ് സമ്മർ വെക്കേഷൻ സമയത്ത്, മധ്യവേനൽ അവധിക്കൊക്കെ നമ്മൾ നടത്താറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്കിവിടെ സംഘടിപ്പിച്ച ശാസ്ത്രവേദി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി അവസരമൊരുക്കി കൊടുത്ത ഈ സ്കൂളിൻ്റെ ഭാരവാഹികൾ, ഈ ഗ്രാമീണ വായനശാലയുടെ ഭാരവാഹികൾ, അവരെ എല്ലാം ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന പല സെഷനുണ്ട്. ഇപ്പോൾ ജോമി സാറിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഇപ്പോൾ ജോമി സാർ ഇപ്പോൾ ശാസ്ത്രവേദിയുടെ പരിപാടിക്കൊക്കെ വരുമ്പോൾ സാറിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ നല്ല രീതിയിൽ ഇപ്പം നെഹ്റു അനുസ്മരണം, മൻമോഹൻ സിംഗ് അനുസ്മരണം സാറിൻ്റെ ഒരു പ്രഭാഷണം അന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പം സാറിൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ വെറുതെ കേട്ട് പോവാതെ പല പോയിൻറ്റ്സും എഴുതി കുറിച്ച് വെച്ച് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സിലും ഞാൻ കൂടുതൽ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു 20 മിനിറ്റേ ഞാൻ സംസാരിക്കുകയുള്ളൂ കേട്ടോ. കുട്ടികളാണ്, അപ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ അറിയാം. ഞാനൊരു അധ്യാപകനാണ്. കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഉറക്കം വരും, കുട്ടികൾ ബോറടിക്കും, എല്ലാം അറിയാം. അതുകൊണ്ട് അരുൺ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും എക്സീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന വൈബ് ഉറക്കം വരികയാണെങ്കിൽ അപ്പം എന്നെ അലർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആകുന്ന നിർമ്മിത ബുദ്ധിയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കൊച്ചു കുട്ടികൾക്കും മനസ്സിലാക്കാം, വലിയ ആൾക്കാർക്കും മനസ്സിലാക്കാം. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആരുമായിട്ടെങ്കിലും ഒക്കെ സംസാരിച്ചിരിക്കുമ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംവാദമോ തർക്കമോ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു 5 പോയിൻ്റ് ഇതിനെപ്പറ്റി പറയാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങളെ എക്യുപ്ഡ് ആക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ ഒട്ടും അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുന്നില്ല. ഏറ്റവും അടിസ്ഥാനപരമായി ശാസ്ത്രവേദിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ കുറിച്ച് വയ്ക്കുക. ഒപ്പം മനസ്സിലായ കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് കുറിച്ച്, എല്ലാവരുടെയും ബുക്കും പേനയും എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യത്തെയും തുടങ്ങുകയാണ്. നിങ്ങൾ എത്ര പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്? 2 പേരേ ഉള്ളൂ. എന്തോ എന്തിലാണ് ഉപയോഗിക്കുന്നത്? ചാറ്റ് GPT. 10ാം ക്ലാസ്സിലാണോ? പ്ലസ് 1ലേക്ക്. മോളോ? ചാറ്റ് GPT അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? വേറെ ആരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നില്ല? എന്നാൽ തെറ്റാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന മൊബൈൽ യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഈ ക്ലാസ്സിൽ? മൊബൈൽ യൂസ് ചെയ്യുന്ന, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ വ്യക്തമായി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ബർത്ത്ഡേ വന്നു ഇല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ എടുക്കും,
അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങളൊരു മെസ്സേജ് അയക്കുകയാണെന്ന് വിചാരിച്ചോ, എന്ത് ടൈപ്പ് ചെയ്യും? ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ HAPPY ഹാപ്പി അടിച്ചു അല്ലേ? അപ്പോൾ തൊട്ട് താഴെ മൊബൈലിൽ വാട്സപ്പിൽ എന്താ കാണിക്കുന്നത്? ബർത്ത്ഡേ കാണിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു കേക്ക് കാണിക്കും അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബൊക്കെ കാണിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ്, കുറച്ച് പുഷ്പങ്ങൾ കാണിക്കും, ഫ്ലവേഴ്സ് കാണിക്കും ഇല്ലേ? ഇതെന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും മൈക്രോ എൻവയോൺമെൻറ്റിൽ നിന്നാണ് ഈ ഒരു പ്രോംപ്റ്റിംഗ് ഉണ്ടാകുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? ഓക്കെ. ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. എന്താണ് IoT എന്ന് പറയും? കുറിക്കണേ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അതായത് നമ്മളിപ്പോൾ കയ്യിൽ കെട്ടിയിരിക്കുന്ന നമ്മുടെ വാച്ച് ഒരു സ്മാർട്ട് വാച്ച് ആണെങ്കിൽ, ഓക്കെ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കയ്യിലുള്ളൊരു ഉപകരണം ഇൻ്റർനെറ്റുമായി കണക്റ്റായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചില കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് അപ്ഡേറ്റ് വരുന്നുണ്ട് അല്ലേ? നമ്മളൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? പാട്ട് കേൾക്കാൻ അലക്സ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ? എന്താണ്, മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അല്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ട്രെയിൻ ബുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന, അതായത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഒരു ഇൻ്റർനെറ്റിലൂടെ നമ്മൾ ഉപയോഗിക്കുന്നു. അതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അതായത് ഈ സ്മാർട്ട് വാച്ചിൽ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്ത് പറ്റുന്നു, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയാണ്, പുറത്തുള്ള മറ്റ് വിവരങ്ങളിൽ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തരികയാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാച്ച് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്ത് നമ്മൾക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് എന്താണ്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പോൾ നിങ്ങൾ ആരും ChatGPT മാത്രമല്ല, നിങ്ങൾ ആരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നിങ്ങളെല്ലാവരും, വയസ്സായ ആൾക്കാരും കൊച്ചു കുട്ടികളും നിങ്ങൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളോട് സ്കൂളിൽ ഒരു സുഹൃത്ത് ചോദിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മലയാളം നിർമ്മിത ബുദ്ധി അഥവാ കൃത്രിമ ബുദ്ധി എന്നാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? മിമിക്രിക്കാരന്മാരെ അറിയില്ലേ? മിമിക്രി ചെയ്യുന്നവരെ അവരെന്ത് ചെയ്യും? മോഹൻലാലിൻ്റെ ശബ്ദം അനുകരിക്കും, മമ്മൂട്ടിയുടെ ശബ്ദം അനുകരിക്കും, രജനീകാന്തിൻ്റെ ശബ്ദം അനുകരിക്കും അല്ലേ? കമലഹാസൻ്റെ സ്റ്റൈല് അനുകരിക്കും എല്ലാം. അതേപോലെ മനുഷ്യനെ അനുകരിക്കുന്ന കമ്പ്യൂട്ടർ, എന്താണ്? മനുഷ്യൻ്റെ ബ്രെയിനിനെ അതേപോലെ അനുകരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ആ സാങ്കേതിക വിദ്യയെ പറയുന്ന പേരാണ് നിർമ്മിത ബുദ്ധി അഥവാ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കി കൊടുക്കുന്ന ബുദ്ധി. അതിനെ പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മിമിക്കിംഗ് ദ ഹ്യൂമൻ ബ്രെയിൻ അല്ലെങ്കിൽ മിമിക്കിംഗ് ദ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു മിമിക്രി കാണിക്കുകയാണ്. മനുഷ്യൻ എങ്ങനെയാണോ അതേപോലെ ചിന്തിക്കുന്ന കമ്പ്യൂട്ടറുകളെ നമ്മൾ ഉണ്ടാക്കുന്നു. അതിനെ പറയുന്ന പേരാണ് എന്താണ്? നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം ജോമിസാറ് പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, വിളക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ അച്ഛനോ അമ്മയോ അങ്ങനെ. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി പാണഞ്ചേരി അപ്ഡേഷൻ സന്ദർശിക്കുക.